വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാനടക്കം ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര ധൃതിയിലാണ്. നാളെ മുസാബക്ക കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഭയങ്കര ധൃതി. എന്തായിരിക്കും ആ ധൃതിക്ക് കാരണം? സൗകര്യങ്ങളാണോ? സൗകര്യത്തിന് ഇവിടെ എന്ത് കുറവല്ലേ? ഫുൾ സെറ്റപ്പല്ലേ? ബെഡിന് ബെഡ്, ഫുഡിന് ഫുഡ്. അപ്പോൾ അതൊന്നുമല്ല. എന്നാൽ ഫോണാണോ? അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ആകർഷിപ്പിക്കുന്ന, നമ്മൾ വീട്ടിലേക്ക് പോകാൻ കൊതിപ്പിക്കുന്ന ആ കാര്യം എന്താണ്? ആ വീട്ടുകാരാണ്. നമ്മളെ പോലുള്ളവർക്ക് കുട്ടികളും മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് നയിപ്പിക്കുന്ന ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പലരുടെയും മുഖം മാറി. ഇതൊക്കെ എത്ര കേട്ടതാ, ഇതിപ്പോൾ വല്ല കേൾക്കാനൊന്നുമില്ലല്ലോ എന്ന് പലരുടെ മനസ്സിലും ഒരു ചിന്ത വന്നു. എന്നാൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു പ്രശ്നമുണ്ട് ഈ വിഷയത്തിന്. നമ്മൾ പലപ്പോഴും പല രീതിയിലായിട്ട് സംസാരിക്കാറുണ്ട്. കളിയും തമാശയും കായികപരമായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാം മറന്നു പോകുന്ന ചില ആളുകളുണ്ട്. അതാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ അദബിൽ തുടക്ക ഭാഗത്ത് കുറേ തർജുമത്തുൽ ബാബായി കൊണ്ടുവരുന്ന ഒരുപാട് ഹദീസുകൾ ഈ മാതാപിതാക്കളെ കുറിച്ചുള്ളതാണ്. അവരോടുള്ള മര്യാദയെക്കുറിച്ചാണ്. അദ്ദേഹം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലാ യുജാഹിദു ഇല്ലാ ബിഇദ്നിൽ അബവൈനി എന്ന ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. അത് ഹദീസ് ഇപ്രകാരമാണ്: ഹദ്ദസനാ മുസദ്ദിദുൻ ഖാല ഹദ്ദസനാ യഹ്യ അൻ സുഫ്യാൻ വശുഅബ ഖാല ഹദ്ദസനാ ഹബീബ് ബിൻ അബി സാബിത്തിൻ മുഹമ്മദ് ബിൻ കസീരിൻ ഖാല അഖ്ബറനാ സുഫ്യാൻ അൻ ഹബീബിൻ അൻ ഇബ്നു അബ്ബാസിൻ അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഖാൽ قال رجل للنبي صلى الله عليه وسلم مجاهد قال لك أبوان قال نعم قال ففيهما فجاهد. ഇതിലൂടെ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് യുദ്ധത്തിന് വേണ്ടി അഥവാ ഇസ്ലാമികത്തിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഏറ്റവും പ്രധാനമായ ജിഹാദിന് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ വീട്ടിൽ മാതാപിതാക്കളുണ്ടോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ നീ അവരെ പരിചരിക്കുക, അവരെ സഹായിക്കുക, അതിലൂടെ നിനക്ക് ജിഹാദിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഭവം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വന്ന ഒരു കുട്ടി ഉപ്പായോട് ചോദിച്ചു, ഉപ്പ, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ്? ഉപ്പ പറഞ്ഞു, അത് നിനക്ക് വലുതാകുമ്പോൾ മനസ്സിലാകും. അങ്ങനെ കാലം കഴിഞ്ഞു. കുട്ടി വളർന്നു വലുതായി. അവൻ പല സ്നേഹബന്ധങ്ങളിലും ഏർപ്പെട്ടു. പല പ്രണയബന്ധങ്ങളും അവനകപ്പെട്ടു. പക്ഷേ സ്നേഹത്തിൻ്റെ ആ വലിയ ഒരംശത്തെ അവൻ എവിടെയും കാണാൻ സാധിച്ചില്ല. അവൻ കാലം കഴിഞ്ഞു. അവൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഉപ്പ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണെന്ന് എനിക്ക് വലുതാവുമ്പോൾ മനസ്സിലാകുമെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ചെറുപ്പത്തിൽ നിൻ്റെ ഉപ്പ നിന്നെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും ഐസ്ക്രീം താഴെ വീണ് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഉപ്പ നിനക്ക് പുതിയത് വാങ്ങിത്തന്നിട്ടില്ലേ? മകൻ പറഞ്ഞു, അതെ, വാങ്ങിത്തന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, നിനക്ക് വാങ്ങിത്തരുമ്പോഴെല്ലാം ആ ഉപ്പ സ്വന്തം കയ്യിലെ ഐസ്ക്രീം കഴിച്ചിരുന്നില്ല. അഥവാ ഉപ്പയുടെ സ്നേഹം അവന് മനസ്സിലായി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണു. അവൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എനിക്ക് മനസ്സിലായി എന്ന്. ഇങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ മാതാപിതാക്കളുടെ അനുസരണക്കേട്, അവരെ ഉപദ്രവിക്കൽ, ഓരോ ചർച്ചകൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ്. ജിഹാദ് ഖുർആനിൽ കൂടി പറയുന്നുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനോടുള്ള ആരാധനയ്ക്ക് ശേഷം ആദ്യമായി പറഞ്ഞത് മാതാപിതാക്കളോടുള്ള
നല്ല പെരുമാറ്റത്തെക്കുറിച്ചാണ്. ഇന്ന് ആധുനിക ലോകം വികസിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ പലരും ഫ്ലാറ്റുകളിലും മറ്റും ഫോൺ പോലുള്ള സാങ്കേതിക വിദ്യയിലായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെ മറന്നു പോകുകയാണ്. പക്ഷേ അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഇന്ന് നമ്മളിവിടെ നിൽക്കാൻ കാരണം, ഞാനിന്നിവിടെ നിൽക്കാൻ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയാണ്. ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് ഓടി നടന്നവരാണവർ. നമ്മുടെ ഓരോ കാൽവെപ്പും അവർക്ക് സന്തോഷമായിരുന്നു. നമ്മളെ സന്തോഷങ്ങൾ അവരുടെ സന്തോഷങ്ങളായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ശ്രേഷ്ഠത 3 പ്രാവശ്യം പറഞ്ഞത് ശ്രദ്ധേയമാണ്. ശേഷം ഉപ്പയെക്കുറിച്ചും പറഞ്ഞു. ഇങ്ങനെ മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ പരതി നോക്കുമ്പോൾ ഹദീസുകളിലായിട്ടും ഖുർആനുകളിലായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലോകത്തിലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ലഭിച്ച ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയാം? ചിലർ പറയും വാഹനമായിരിക്കും, ചിലർക്ക് ജോലികളായിരിക്കും, ചിലർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ അവസാനിക്കാനുള്ളതാണ്. എന്നാൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. അതൊരിക്കലും അവസാനിക്കുകയില്ല. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം അത് മാതാപിതാക്കളാണ്. അവർ നിധികളാണ്, നമ്മൾ വഹിക്കുന്ന ഒരു നിധികളാണ്. നിധിയുടെ പ്രത്യേകത എന്താ? വിലപിടിപ്പുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ നിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ടെക്നോളജികൾ വളർന്നു, കാലവും മാറി. നമ്മൾ പലരും പല തിരക്കിലാണ്. വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും റീൽസുകളിലായിട്ടും നമ്മൾ സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ മാതാപിതാക്കളെ മറന്നു പോകാണ്. ഇതിനുള്ള യുവാക്കളായ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ചില ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെയും സഹനതയോടുകൂടി നമ്മൾ സംസാരിക്കുക. പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബിർഹമുമാ കമാ റബ്ബിയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണമെന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.